എല്ലാവർക്കും നമ്മുടെ ടെക്നോട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡിസോ ബഡ്സ് സി സെപ്റ്റംബർ 23 ഉച്ചയ്ക്ക് 12 മണിക്ക് ലോഞ്ച് ആവുകയാണ്. സ്പെക്ക് നോക്കുവാണെങ്കിൽ 10mm ഡൈനാമിക് ഡ്രൈവേഴ്സും 3.7 ഗ്രാംസ് ഇയർബഡുകളുടെ വെയിറ്റ്, കൂടാതെ 380 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയിട്ട് കേസും 43 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയിട്ട് ഇയർബഡുകളും ലഭ്യമാകും. 4.5 അവേഴ്സ് സിംഗിൾ ചാർജിലും അതേപോലെ തന്നെ ബാക്കി ഒരു 11.5 അവേഴ്സ് കേസിലും ഒക്കെ ആയിട്ട് 16 മണിക്കൂറാണ് ആ ഒരു ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ചാർജ് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ നമുക്ക് പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0യും ഗെയിമേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയായിരിക്കും. കാരണം 88ms ആ ഒരു ലോ ലേറ്റൻസി മോഡും ഒക്കെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ലഭ്യമാകും. ഒനിക്സ്, ലീഫ്, പേൾ എന്നിങ്ങനെ 3 കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാവുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സെപ്റ്റംബർ 23 ഇവരുടെ ഈ ഒരു ഫ്ലെയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്ലിപ്കാർട്ട് സ്പെഷ്യൽ, ആ ഒരു ബിഗ് ബില്യന്റെ സ്പെഷ്യൽ എന്നുള്ള രീതിക്കാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹിന്റ് ആണ് നമ്മുടെ ആ ഒരു ബിഗ് ബില്യന്റെ 23 ഉറപ്പായിട്ടും അത് റണ്ണിങ് ആയിരിക്കും എന്നുള്ളത്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ Xiaomi 11 Lite 5G NEയുടെ ആ ഒരു ബേസ് വേരിയന്റിന്റെ വില ലീക്ക് ആയിട്ടുണ്ട് ഇന്ത്യയിൽ. ട്വിറ്ററിൽ ട്വീറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഉറപ്പാണ് ഇതായിരിക്കും എന്നാണ് പറയുന്നത്. 21,000 രൂപയാണ് പറയുന്നത് നമ്മുടെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള 6GB 128-ന്. എന്നാൽ 8GB 128, 8GB 256 വേരിയൻസിന്റെ വില ഒന്നും തന്നെ അവർ പറഞ്ഞിട്ടില്ല. കൂടാതെ മറ്റൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 5G വേരിയന്റ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതിന് ശേഷം 4G, അതായത് Xiaomi 11 Lite 4G NE ഇന്ത്യയിൽ എത്തുമെന്നാണ് പറയുന്നത്. 19,000 രൂപയ്ക്കുള്ളിൽ മാത്രമേ ഇതിന്റെ വില ആ ഒരു ബേസ് വേരിയന്റ് കാണത്തുള്ളൂ, അതായത് 6GB 128-ന്. എന്തായാലും നമുക്ക് കുറച്ച് താമസിക്കാണ്ട് തന്നെ ഇതൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ iQOO Z5ന്റെ കുറച്ചുകൂടി സ്പെക്ക് അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി ആയിരിക്കും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ ലഭ്യമാകുക. ഓൾറെഡി 2 ദിവസം മുന്നേ നമ്മുടെ ഒരു എപ്പിസോഡ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്നാപ്ഡ്രാഗൺ 778 SoC ആയിരിക്കും, അതുപോലെ തന്നെ LPDDR5 RAM, UFS 3.1 സ്റ്റോറേജ്, കൂടാതെ 120Hz പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഒക്കെ ആയിരിക്കും എന്നുള്ളത് അവർ ഓൾറെഡി അത് റിവീൽ ചെയ്തിട്ടാണ് നമ്മളത് പറഞ്ഞത്. എന്തായാലും ഈ ഒരു സെറ്റ് 3 നോക്കുവാണെങ്കിൽ 4400 mAh ആയിരുന്നു. എന്നാൽ ഇവിടെ ആ ഒരു 600 mAh കൂടെ കൂട്ടിയിട്ട് 5000 mAh കൂടെ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാവുക. ചൈനയിൽ സെപ്റ്റംബർ 23 ലോക്കൽ ടൈം 2:30 ഫസ്റ്റ് ലോഞ്ചിങ്ങിന് എത്തും എന്നുള്ളതാണ്. 30,000 രൂപയ്ക്കുള്ളിലായിരിക്കും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഇന്ത്യയിലെ വില. എന്തായാലും ആമസോണിൽ ഇപ്പോൾ നമുക്കൊരു പരസ്യം കാണാൻ സാധിക്കും ഈ ഒരു Z5 കമ്മിങ് എന്ന് പറഞ്ഞിട്ട്. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യ സെയിലിൽ നമ്മുടെ ഇന്ത്യയിലും ഈ ഒരു പ്രോഡക്റ്റ് എത്താൻ ചാൻസസ് ഉണ്ട്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ബിഗ് ബില്യൺ ഡേയിൽ മോട്ടറോള ടാബ്ലറ്റ് ലോഞ്ച് ആകാൻ പോവുകയാണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, കൂടാതെ അണ്ടർ 20,000 രൂപയ്ക്കായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുക. 10.3 ഇഞ്ച് ഡിസ്പ്ലേയും അപ് ടു 4GB RAM, അപ് ടു 128 സ്റ്റോറേജും, കൂടാതെ 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ലഭ്യമാകുക. സ്പെക്കൊക്കെ വെച്ച് നോക്കിയിട്ട് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, അടുത്ത് തന്നെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു പ്രോസസറിന്റെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ ഒരു പ്രോഡക്റ്റ് വർത്താണോ 20,000 രൂപയ്ക്ക് ഉള്ളിൽ എന്നുള്ളത്. ഇനി സാംസങ് ഗാലക്സിയുടെ A53-ൽ 108 MB പ്രൈമറി ക്യാമറ ആയിരിക്കും ലഭ്യമാകുക. കൂടാതെ OIS സപ്പോർട്ടും ആയിരിക്കും, അതായത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. A സീരീസിലെ മോസ്റ്റ് പ്രീമിയം ഫോണാക്കാൻ നോക്കുവാണ് ഈ ഒരു A73-നെ. അതുപോലെ തന്നെ ഈ ഒരു A സീരീസിലുള്ള എല്ലാ മൊബൈൽ ഫോണുകളിലും അടുത്ത വർഷം മുതൽ OIS സപ്പോർട്ട് ലഭ്യമാകും എന്നുള്ളതാണ്. ഈ ഒരു ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക ആ ഒരു വീഡിയോ ഔട്ട്പുട്ട് ലഭ്യമാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും A72യുടെ പ്രൈമറി ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്ക് 64 MB മാത്രമാണ്. എന്നാൽ അതിനൊരു വലിയൊരു അപ്ഗ്രേഡേഷൻ തന്നെയാണ് ഇനി ആ ഒരു A73-ൽ നടക്കുന്നത്. A73-നെ കുറിച്ച് കൂടുതലൊന്നും വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്നാൽ ആ ഒരു സ്നാപ്ഡ്രാഗന്റെ 7 സീരീസ് ആയിരിക്കാം, കൂടാതെ 8GB 128 വേരിയന്റും AMOLED ഡിസ്പ്ലേ ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇതും ഈ ഒരു അടുത്ത് തന്നെ ഈ ഒരു A73 ലോഞ്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ടെക് ന്യൂസിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഓഫേഴ്സ് നോക്കുകയാണെങ്കിൽ ആമസോണിൽ ഹെൽത്ത് ഹൈജീൻ ആൻഡ് വെൽനസ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് 15 മുതൽ 27 വരെ ഉണ്ട്. കൂടാതെ സ്പോർട്സ് ആൻഡ് ഔട്ട്ഡോർ സെയിൽ എന്നുണ്ട് 18 മുതൽ 20 വരെ ഒരു സെയിൽ നടക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നോക്കുവാണെങ്കിൽ ബേബി കെയർ എസെൻഷ്യൽസ് അപ് ടു 50% നമുക്ക് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ടെക്നോട്സിൻ്റെ എപ്പിസോഡിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടായി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.